വീടൊക്കെ അങ്ങനെ അടുക്കി പെറുക്കി ഒതുക്കി വെക്കുമ്പോൾ ഇതുപോലെ കുറേ പോസ്റ്റേഴ്സൊക്കെ ഇടയ്ക്ക് കണ്ണിൽ പെടാറുണ്ട്. ഒരു ഉപയോഗം ഇല്ലാതെ ഇത്ര നാൾ കിടന്നിരുന്ന ഈ സാധനത്തിന് ഇന്നൊരു ഉപയോഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അടിപൊളി സ്റ്റാമ്പ്സ് ഇത് വെച്ചിട്ടുണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ജേർണലിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ ഒരു കാലമാണല്ലോ. പിന്നെ ഈ ഐറ്റംസൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം മുന്നേ നമുക്ക് ഈ പ്രാന്തൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുമ്പോൾ ആ പേപ്പറിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആവശ്യമുള്ളതൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും പഴയ നോട്ട്ബുക്കിൻ്റെ എഴുതിയ പേജുകളിലൊക്കെ നിറച്ചൊട്ടിച്ച് വെക്കും. അപ്പോൾ എഴുതിയതൊന്നും യാതൊരു പ്രശ്നമില്ല. കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്കുകളൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ പുതിയതൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല. അങ്ങനെയല്ല, ജേർണലിങ്ങിനായിട്ട് സെപ്പറേറ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഗംഭീരമായിട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കുട്ടിപ്പട്ടാളത്തിനാണെങ്കിൽ ഓരോ ജേർണൽ വീതമുണ്ട്. അപ്പോൾ പിന്നെ അമ്മയ്ക്കില്ലെങ്കിൽ കുറച്ച് മോശമല്ലേ, അപ്പോൾ ഞാനും ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇതുപോലെ സ്റ്റാമ്പ് കളക്ഷൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒറിജിനൽ സ്റ്റാമ്പ്സിൻ്റെ കളക്ഷൻ ചെയ്തിട്ടുള്ള വേറൊരു ബുക്ക് ഉണ്ട് കേട്ടോ. അത് പണ്ട് തൊട്ടേ കളക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതുപോലത്തെ നമുക്ക് ആവശ്യമില്ലാത്ത കളയുന്ന കുറേ ബുക്സിനൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പാറ്റേണുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ വെട്ടിയിട്ട് ഒട്ടിക്കാം. അപ്പോൾ സ്റ്റാമ്പ് പഞ്ചേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ നല്ല പൈസയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചുമ്മാ കത്രികയിൽ ഒതുക്കിയിട്ടുണ്ട്. ഈ ഡിസൈനർ ആയിട്ടുള്ള കത്രിക ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ നല്ലൊരു ബുക്ക് നോക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ 1 പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന കവറുകളോ അല്ലെങ്കിൽ പാക്കറ്റിൻ്റെ പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആവശ്യമുള്ള ചിത്രങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലെങ്കിൽ നമ്മളായിട്ട് ഓരോന്ന് ഇങ്ങനെ വെട്ടിക്കൂട്ടി ഒട്ടിച്ച് കാണുമ്പോൾ ഒരു ചെറിയൊരു മനസ്സുഖം ഉണ്ടായിരിക്കും. പിന്നെ ഈ ഐഡിയ എൻ്റെ ഒന്നുമല്ല, പക്ഷേ ഈ വെട്ടിയിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ എൻ്റെയാണ്, ഞാൻ തന്നെയാണ് വെട്ടി ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും പോരെ നമുക്കിത് കാണുമ്പോൾ സന്തോഷിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്.